ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ വാങ്ങാത്തവരും കഴിക്കാത്തവരും വളരെ ചുരുക്കമാണ്. അതിൻ്റെ രുചി എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ തൊണ്ട് സാധാരണയായി എല്ലാവരും കളയുകയാണ് പതിവ്. തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ ഗുണങ്ങളാണ് ഈ തൊണ്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ചട്ടിയിലിട്ട് ഇതിൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഒരു പിടി തേങ്ങയും ഒരു പച്ചമുളകും ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ച് ഇതിലേക്കിട്ട് ഇളക്കി വീണ്ടും 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് നമുക്ക് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വേവിച്ചതിന് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും ജീരകവും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച കടല, 1 കപ്പ് കറുത്ത കടല വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഈ തണ്ണിമത്തൻ തോടിൽ തയ്യാറാക്കിയ തോരനാണെന്ന്. ഉറപ്പായും നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.